ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതായത് ജിഞ്ചർ എടുത്തിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ചില്ലിയാണ്, പച്ചമുളക്. അത് ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് വട്ടത്തിൽ റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്, വാളംപുളി, ടാമറിൻഡ്. അത് ഞാനിവിടെ ഒരു 150 ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ട്. അത് ഇത്തിരി വെള്ളത്തിൽ നല്ലോണം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോക്ക് ചെയ്തിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് ഉലുവാപ്പൊടി. പിന്നെ നമുക്ക് താളിക്കാൻ വേണ്ടി കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ആഡ് ചെയ്യാം. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ആഡ് ചെയ്യാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും ആഡ് ചെയ്യണം. നമ്മൾ ഇഞ്ചി, പച്ചമുളക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉണക്കമുളക് ചേർത്തു, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്. ഇത് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി ആഡ് ചെയ്യാം. അതിൻ്റെ വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ വാളംപുളി എടുത്തു വെച്ചിരുന്ന വാളംപുളി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കര ചേർക്കണം, ജാഗ്രി. നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പുളിയിഞ്ചിയിലേക്ക് ആഡ് ചെയ്യാം. ശർക്കരയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത് മൂന്നും ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ജസ്റ്റ് കുറുകി വരണം. കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുളകാണ്, പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി കുറച്ചേ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതാണ്. നമ്മുടെ ചട്ടിയുടെ ചൂടിലിരുന്ന് കുറച്ചുകൂടെ ഇങ്ങനെ കുറുകും. ഇപ്പോൾ കണ്ടോ, ഇത് നമ്മുടെ സദ്യക്കെല്ലാം വിളമ്പുന്ന ആദ്യത്തെ ഐറ്റമാണ് പുളിയിഞ്ചി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഈസിയാണ്. നമ്മുടെ ഇഞ്ചി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ശർക്കര കുറച്ച് ഉരുക്കി വയ്ക്കുക, പിന്നെ പുളി പിഴിഞ്ഞ് വയ്ക്കുക. ഇത്രയും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ഈസി ആയിട്ടാണ്, എല്ലാവരും ഉണ്ടാക്കണം. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കും, ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.